കഴിഞ്ഞ ദിവസം പുതിയ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ചിനിടെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ വാക്കുകളുടെ കോളിളക്കത്തിൽ തന്നെയാണ് മലയാള സിനിമാ വ്യവസായം. ലിസ്റ്റിൻ സ്റ്റീഫൻ പേര് വെളിപ്പെടുത്താതെ കുറ്റപ്പെടുത്തിയ നടൻ നിവിൻ പോളിയാണെന്നും അതിനെ ചുറ്റിപ്പറ്റി വാർത്തകളും ചൂടപ്പം പോലെ പ്രചരിക്കുന്നുണ്ട്. ലിസ്റ്റിൻ പേര് പറഞ്ഞില്ലെങ്കിലും എന്തും ചികഞ്ഞു കണ്ടുപിടിക്കാനുള്ള പ്രവണതയുള്ള മാധ്യമങ്ങൾ ലിസ്റ്റിന്റെ വാക്കുകൾ ആദ്യം പ്രചരിപ്പിച്ചു. അതിന് പിന്നാലെ ആ നടനെ തിരഞ്ഞുള്ള പാച്ചിലായി. അങ്ങനെ അവസാനം നടന്റെ പേരും മാധ്യമങ്ങൾ തന്നെ വെളിപ്പെടുത്തി. അതോടൊപ്പം ലിസ്റ്റിൻ നിവിൻ പോളിയെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അൺഫോളോ ചെയ്തെന്ന് കൂടിയായപ്പോൾ നിവിൻ പോളി തന്നെയാണ് ആ നടൻ എന്ന കാര്യം ആണിയടിച്ചുറപ്പിച്ചു. അതിനിടയിൽ ലിസ്റ്റിന്റേത് കച്ചവട തന്ത്രമാണെന്നും ഇറങ്ങാനിരിക്കുന്ന അടുത്ത പടത്തിനുള്ള മാർക്കറ്റിംഗ് ഇപ്പോഴേ തുടങ്ങിയതാണെന്നുമുള്ള കമന്റുകൾക്കും ഒരു ക്ഷാമവുമില്ല. കാക്കനാട് നടന്ന ബേബി ഗേൾ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും സെറ്റിൽ നിന്ന് നിവിൻ പോളി ഇറങ്ങിപ്പോയെന്നുമാണ് റിപ്പോർട്ടുകൾ. അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ബേബി ഗേൾ എന്ന ചിത്രത്തിൽ ആദ്യം നായകനായി തീരുമാനിച്ചിരുന്നത് കുഞ്ചാക്കോ ബോബനെ ആയിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ അദ്ദേഹം പിന്മാറിയപ്പോഴാണ് നിവിൻ സിനിമയിലേക്ക് എത്തുന്നത്. വാർത്തയ്ക്ക് പിന്നാലെ സംവിധായകൻ അരുൺ വർമ്മയെ സമീപിച്ചപ്പോൾ അരുൺ വർമ്മ പറഞ്ഞത് ബേബി ഗേളിന്റെ സെറ്റിൽ നിന്നും നായകനായ നിവിൻ പോളി ഇറങ്ങിപ്പോയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ്. തന്റെ ചിത്രത്തിൽ നിവിന്റെ സീനുകൾ മുക്കാൽ ഭാഗവും തീർന്നു കഴിഞ്ഞെന്നും ബാക്കിയുള്ളതിന്റെ ഷൂട്ടിംഗ് ഉടൻ തന്നെ തുടങ്ങുമെന്നും അരുൺ വർമ്മ പറഞ്ഞു. എന്നാൽ ഈ വിഷയത്തിൽ നിർമ്മാതാവായിരുന്ന സാന്ദ്ര തോമസ് ഒഴികെ മറ്റാരും പ്രതികരിച്ചതും ശ്രദ്ധയിൽപ്പെട്ടില്ല. മലയാള സിനിമ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള വട്ടിപ്പലിശക്കാരന്റെ ഗൂഢനീക്കത്തിന് ലിസ്റ്റിൻ സ്റ്റീഫൻ കൂട്ടുനിൽക്കരുത് പ്ലീസ്, അപേക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സാന്ദ്ര തോമസ് തന്റെ അഭിപ്രായം ഫേസ്ബുക്കിൽ കുറിച്ചത്. തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരന്റെ വഴിവിട്ട സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വഴിവെട്ടാൻ മലയാള സിനിമാ വ്യവസായത്തെ ഒറ്റിക്കൊടുക്കുന്ന മഹാപാപം ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമാ വ്യവസായത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചുമതലപ്പെട്ടയാളാണെന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഫിലിം ചേംബറിന്റെ ഭാരവാഹിയാകാനുള്ള അണിയറ നീക്കങ്ങളും അദ്ദേഹം നടത്തുന്നത് അറിയാം. നല്ലത് വരട്ടെ. മലയാള സിനിമയുടെ സമസ്ത മേഖലകളും ലിസ്റ്റിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങണമെന്ന താല്പര്യം അദ്ദേഹത്തെക്കാൾ കൂടുതൽ സംസ്ഥാനത്തിന് പുറത്തുള്ള കള്ളപ്പണ ലോബിക്കാണ്. കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രമോഷൻ പരിപാടിയിൽ ലിസ്റ്റിൻ നടത്തിയ ഭീഷണി പ്രസംഗവും ഗൂഢാലോചനയുടെ ഭാഗമായി കാണുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടുത്ത കാലത്ത് സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നതും ഇത്തരമൊരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ്. തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന്റെ മാത്രം കണക്ക് പുറത്തുവിട്ട് മലയാള സിനിമാ വ്യവസായം നഷ്ടമാണെന്ന് വരുത്തി തീർത്ത് മലയാള സിനിമയിൽ നിന്നും നിക്ഷേപകരെ അകറ്റുന്ന നടപടിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ചെയ്യുന്നത്. ആർക്കാണ് ഇതുകൊണ്ട് നേട്ടം? ഒപ്പം ലിസ്റ്റിനൊരു മുന്നറിയിപ്പ് എന്നോണം സാന്ദ്ര പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ ഗൂഢനീക്കങ്ങൾ അദ്ദേഹത്തിന് താൽക്കാലിക ലാഭമുണ്ടാക്കാൻ സഹായകരമായിരിക്കും. പക്ഷെ ലിസ്റ്റിനൊന്നും ഓർക്കണം, ലിസ്റ്റിൻ മലയാള സിനിമാ രംഗത്ത് സൃഷ്ടിക്കുന്ന പലിശ കുത്തകകൾ കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങളെയും വിഴുങ്ങും. അപ്പോഴേക്കും മലയാള സിനിമയുടെ ഇപ്പോഴത്തെ നിർമ്മാതാക്കൾക്ക് വംശനാശം സംഭവിച്ചിരിക്കും. ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ വാക്കുകളിലും പ്രവർത്തികളിലും ഒരു ഒറ്റുകാരന്റെ കൊതിയും കിതപ്പും കാണുന്നുണ്ടെന്നും സാന്ദ്ര പറഞ്ഞു. ലിസ്റ്റിൻ സ്റ്റീഫൻ സ്വയം തിരുത്താനും മലയാള സിനിമാ വ്യവസായത്തിന്റെയും നാടിന്റെയും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാനും ശ്രമിക്കണമെന്നും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സാന്ദ്ര തന്റെ വാക്കുകൾ ആരും തെറ്റിദ്ധരിക്കരുതെന്നും തീർത്തും നല്ല ഉദ്ദേശത്തോടെയാണ് പറഞ്ഞതെന്നും കുറിച്ചു. സാന്ദ്ര വെറുമൊരു സ്ത്രീയല്ല, സിനിമാ വ്യവസായം എന്തെന്ന് അറിഞ്ഞ് കൊടുത്തും കൊണ്ടും വളർന്നു വന്ന പവർഫുൾ ലേഡിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വാക്കുകൾക്ക് ഇത്ര മൂർച്ച തോന്നുന്നതും. ഇതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞ കാര്യം ഒരു സംശയമായി നിലനിൽക്കുകയാണ്. ഈ വിഷയത്തിൽ മലയാള സിനിമയിലെ ഒരു പേരുകേട്ട നിർമ്മാതാവ് ഒരു പരസ്യ പ്രസ്താവന നടത്തിയിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആരും ഇതുവരെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒരു ചെറുവിരൽ പോലും അനക്കാത്തത്?